മലയാളം വെരി നൈസ് വെരി നൈസ്. ഉണ്ണി ഷോ, ഉണ്ണി മാസ് ഷോ. വയലൻസ് പടമാണ്. ഒരു ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്ര ഒരു ഇത് തോന്നിയില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് ഫുൾ വയലൻസ്. ചെറിയ പിള്ളേർക്കൊന്നും പടം കാണാൻ പറ്റില്ല. ഒരു 18 വയസ്സിന് മുകളിലോട്ട് കണ്ടാൽ മതി. അത്രയും വയലൻസാണ്. ജഗദീഷിൻ്റെ ക്യാരക്ടർ കുഴപ്പമില്ല, നല്ലൊരു ക്യാരക്ടറാണ്. പക്ഷേ ഫുൾ അടിപിടിയാണ്, ഒരു രക്ഷയില്ല. മലയാളത്തിൽ ഇത്രയും വലിയൊരു വയലൻസ് മൂവി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. മലയാളത്തിലല്ല, എനിക്കൊന്ന് ഇന്ത്യൻ മൂവിയിൽ കില്ലൊക്കെയാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൊരു മൂവി. നല്ല വിഷ്വൽസാണ്, പിന്നെ നല്ല BGM ആണ്, നല്ല മേക്കിംഗ് ആണ്. ഓവറോൾ ഇന്ത്യൻ മൂവിയിലൊരു ബെസ്റ്റ് മൂവി തന്നെയായിരിക്കും. അവൻ തകർത്തിട്ടുണ്ടെന്നും പറയാനില്ല. ആക്ഷനും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് കൊള്ളാം. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു, എല്ലാവരും കൊള്ളാം. പക്ഷെ നടി ചെയ്തിട്ടുണ്ട്. ഹെവി വയലൻസ്, പടത്തിന്റെ ആക്ഷനൊക്കെ ഒരു ലെവലാ, അടിപൊളി. ഉണ്ണിമോന്തം പോട്ടെ, നമ്മുടെ ജഗതിച്ചേട്ടനും സ്ഥിതിയാണ് കാണിച്ചു വെച്ചാണ് അടിപൊളി. നമ്മുടെ രോമം പൊങ്ങി നിൽക്കണ ആ ഒരു ഇതിലാണ് അവർ ആ കാണിച്ചു വെച്ചാണ്. ആ സ്ഥിതിക്കേട്ടനൊക്കെ ആ ഒരു സ്ഥിതിക്കേട്ടനും ജഗതിച്ചേട്ടനും പൊളിച്ച്. പിന്നെ നമ്മൾ കേരളത്തിൽ ഇത്രയും ഒരു എക്സ്ട്രീം, ഇത്രയും ഒരു റെബൽ നമ്മൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതൊരു പരീക്ഷണം വരുന്ന. എന്നാലും അടിപൊളി, ഒന്നും പറയാനില്ല. മ്യൂസിക് ഒക്കെ അടിപൊളിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. കാരണം അത്രയ്ക്ക് ഒരു ഇതുണ്ട്. പിന്നെ ചില സീൻ വരുമ്പോൾ നമ്മൾ തന്നെ അറിയാണ്ട് കണ്ണടച്ച് പോകും. അത്രയ്ക്ക് ഒരു എന്താ പറയുക, നമ്മളെ പിടിച്ചിരുത്തുകയും ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് പേടിപ്പെടുത്തുകയും ചെയ്യും. അത്ര ഒരു റെബലാണ്, ഫുൾ റെബലാണ്. അപ്പോൾ ഫാമിലി ഓഡിയൻസിന് എന്തോരം ഇതാവും അറിയില്ല, എന്നാൽ പോലും അടിപൊളിയാണ് പടം. കൂടുതലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള സംഭവിക്കുന്ന കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ കൂടെ മറ്റേ ഈ ഇഷാൻ, ഒരു പുതിയ പയ്യനുണ്ടല്ലോ, പുതിയ പയ്യൻ ഇറങ്ങിയിട്ട് വിക്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ പയ്യൻ. ആ പയ്യൻ നല്ല പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. ഒരു പുതുമുഖമാണെന്ന് പറയില്ല, നിങ്ങൾ കണ്ടു നോക്കൂ. It is very good. The stunts were good, music was good, visuals were very good. My son Ishan was debuting in this movie. He did so well, and Unni Mukdan was too good. It's a must watch. പടം കൊള്ളാം, അടിപൊളിയാണ്. പക്ഷേ വയലൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഒരു അപ്കമിങ് നമ്മുടെ ഒരു എന്താ പറയുക, ആക്ഷൻ സ്റ്റാറായിട്ടും മലയാളത്തിൽ വരാൻ സാധ്യത ഉണ്ണിമുകുന്ദനാണ്. ഫാമിലിയായിട്ട് കാണാം, പക്ഷെ വയലൻസ് എടുത്ത് കാണിക്കുന്നുണ്ട്. വയലൻസ് ഇപ്പം നമുക്ക് അത്രയും മനസ്സുള്ള ഒരാൾക്ക് മനസ്സിലായി, ക്രൂരമായ കുട്ടികൾക്കെതിരെയുള്ള അതൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു മൂവി ആയിട്ടാണ് ഇതിനെ കാണാൻ പറ്റുന്നത്. ജഗദീഷ്, നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എല്ലാവരും നന്നായി ഫോക്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിരുന്നു. പക്ഷെ വയലൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. താങ്ക് യു. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ വയലൻറ്റ് മൂവി മറ്റുള്ള ഭാഷയിലൊക്കെ വരുമ്പോൾ പൊതുവേ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ മലയാളികൾ ഭയങ്കര ആവേശത്തോടെ കാണും. സോ നമ്മുടെ മലയാളത്തിന് അഭിമാനിക്കാനുള്ള ഒരു ഗ്രേറ്റ് ലെവൽ വയലൻറ്റ് ജോണറിലുള്ളൊരു മൂവി വന്നപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഫുൾ തിയേറ്റർ ഭയങ്കര ആവേശത്തിലായിരുന്നു. ആൻഡ് ഓൾസോ വിത്ത് എ ഫാമിലി സ്റ്റോറി, ഇമോഷൻസ് എല്ലാം ഉണ്ട് ഇതിൽ. സോ ഇതിലൊന്നും പറയാനില്ല, ഒന്നും അവർ ബാക്കി വെച്ചിട്ടില്ല. എക്സാക്ട്ലി, ബിക്കോസ് ഇതിൽ ഇമോഷൻസ് ഉണ്ട് ബ്രോ. വയലൻസ് മാത്രമല്ല, നമ്മളിപ്പോൾ പേടിച്ച് കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു റീസൺ കാരണമാണ് ഈ വയലൻസ് വരുന്നത്, ചുമ്മാ ഒരു വയലൻസ് അല്ല. സോ ഐ റിയലി എൻജോയ്ഡ്, thoroughly enjoyed. ഒരു സ്മോൾ പാർട്ടി മൂവിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് എൻ്റെ ഭാഗ്യമാണ്. ആൻഡ് താങ്ക്സ് ടു ഷെരീഫ് ആൻഡ് ഉണ്ണി ആൻഡ് എവറിബഡി, ഹനീഫ് ആൻഡ് എവറിബഡി. താങ്ക് യു സോ മച്ച്. അതൊന്നും ഞാനല്ലല്ലോ ബ്രോ പറയേണ്ടത്, നിങ്ങളല്ലേ പറയേണ്ടത്. എന്തായാലും എൻ്റെ മനസ്സിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ എം വെരി ഹാപ്പി. താങ്ക് യു സോ മച്ച്. He's very hot in the movie. ഫൈറ്റുകളൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് എടുത്ത് വെച്ചാൽ ആ ഒരു സ്റ്റൈലുണ്ട്. പിന്നെ ഒരു അതിനകത്ത് മറ്റൊരു ചെവി പറിച്ചിടിക്കുന്ന അടിച്ച് പറിക്കുന്ന സീനാണ്. ജഗദീശൻ ഭയങ്കര ടെററല്ലേ. ജഗദീഷും സീനാണ്, മൂന്നിന് സീനാണ്. പിന്നെ മറ്റേ ഇവനുണ്ട്, ലാസ്റ്റ് ഒന്ന് അവരും വെറുതെ സീനാണ്. എല്ലാവരും ഒന്ന് ഒപ്പത്തിനൊപ്പം ഇങ്ങനൊന്ന് മെച്ചമായിട്ട് എല്ലാവരും കിട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അതൊരു 18 വയസ്സിന് മുകളിലുള്ളവർക്ക്. ബ്രോയുടെ അഭിപ്രായത്തിൽ ഈ പടം എത്ര വയസ്സുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ? 18 വയസ്സിനുള്ള, അതൊരു 20 വയസ്സ് എത്ര വയസ്സുള്ളവർക്ക് കാണാൻ പറ്റുമോ? ഇല്ല, 18+ ആണ്. ആ ഒരു ഇത് കണ്ടാൽ മതി. ജഗദീഷ് ഒരു കോമഡി എന്നൊരു വെറൈറ്റി ആയിട്ട് മാറി. അതന്നെ, കോമഡി ചേഞ്ച് ആയി, ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സെറ്റ് പൊടിക്കും. നല്ല റെസ്പോൺസ് നിങ്ങളേക്കും കാണാൻ വേണ്ടി വന്നതാണ്. ഞാനൊന്നും അങ്ങോട്ട് പോട്ടെ. ഗംഭീരമായിട്ട്, സന്തോഷം കൊണ്ട് എന്താ പറയണ്ടേന്ന് അറിയില്ല. അടിപൊളിയാണ്, വളരെ നന്നായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്.
ആക്ച്വലി നമ്മൾ ഓഡിയൻസിൻ്റെ നമ്മളൊരിക്കലും ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലല്ല അത് ചെയ്തത്. പക്ഷേ പലരും നമ്മളൊരു നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തു, ചിലർ പോസിറ്റീവ് ആക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചെയ്തു. നമ്മുടെ ഡാപ്സി ഇവരൊക്കെയായിട്ട് വളരെ സ്നേഹം നിലനിർത്തുന്ന ആൾക്കാരാണ്. അത്രേ പറയാനുള്ളൂ, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഉറപ്പായിട്ടും ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സിനിമയെ കുറിച്ചൊന്നും അറിയില്ല. ഞാനൊരു ടെക്നിക്കൽ എന്താ പറയുക, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഒരു സാധാരണ പ്രേക്ഷകനായിട്ടാണ് ഈ സിനിമ മൊത്തം കണ്ടതും ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്നതും. അല്ല, പക്ഷെ അതൊരു ഭയങ്കര ഡയറിങ് അറ്റംപ്റ്റ് ആണല്ലോ, കാരണം എ സർട്ടിഫിക്കറ്റ് ആണ് സിനിമ. അല്ല, അത് ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു മൂവി അത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ യൂത്തും ആഗ്രഹിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കധികം പ്രായമില്ല, ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ പടത്തിലേക്ക് വന്നത്. ഇല്ല, അവർക്ക് പൂജാ സെറമണിക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്ന ആൾക്കാരല്ലേ. ആര് ഷർഫിനൊക്കെ ആണ് ഉദ്ദേശിച്ചത്? അല്ല, അവരൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ്. റിയാസ് ഖാൻ അത് OTT ഉണ്ടാവും, അത്രേ പറയാനുള്ളൂ. കുറച്ച് പോയിട്ടുണ്ട്, അത് OTT ഉണ്ടാവും. അല്ല, നമ്മൾ പരമാവധി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് സെൻസർ കറക്റ്റ്. പിന്നെ സെൻസർ അവർ മോശമായിട്ടല്ല, അവരുടെ ലിമിറ്റേഷൻ വെച്ചിട്ട് അവർ പരമാവധി ചെയ്തു തന്നിട്ടുണ്ട്. അല്ല, ആ ബാരിയർ തീരുമാനിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, ഈ എന്ത് കാണിക്കണം എന്നുള്ള. അപ്പോൾ അവിടെ നിങ്ങൾ എന്താ ഡിസ്കഷൻ പൊതുവേ ഉണ്ടായിരുന്ന? അല്ല, നമ്മൾ റിക്വസ്റ്റിംഗ് മോഡായിരുന്നു. നമ്മൾ ചെയ്തു വെച്ചത് എന്താണോ, ഹനീഫ് എന്താണോ ചെയ്തു വെച്ചത്, ഉണ്ണി എന്താണോ ചെയ്തു വെച്ചത്, അത് കംപ്ലീറ്റ്ലി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ സെൻസർ ഓഫീസർ അവരുടെ ലിമിറ്റേഷൻ വെച്ചിട്ടുള്ള കാര്യം അവർ ചെയ്തു തന്നിട്ടുണ്ട്. അല്ല, ഞാൻ കണ്ണു തുറന്നാണ് കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആക്ച്വലി അല്ലല്ല, ഫാമിലി നിങ്ങൾ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. തീർച്ചയായിട്ടും. അല്ല, ഇത് ഫാമിലി ഓറിയന്റഡ് വയലൻസ് സിനിമയാണ്, അത്രേ ഉള്ളൂ. എൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു പണ്ട് തൊട്ട്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ ഒരു ചാൻസ് കിട്ടുന്ന ഒരു റോൾ കിട്ടാൻ എൻ്റെ ഒരു ഓണറാണ്. ഈ ബ്ലൈൻഡായിട്ടൊക്കെ അഭിനയിക്കുന്ന കൂടുതൽ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആണ് പ്രേക്ഷകരിലേക്ക്. അത് കണക്റ്റായി തോന്നുന്നുണ്ടോ പ്രേക്ഷകരുടെ സിനിമ? നിങ്ങൾ പറയാം, അത് നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ഞാനിത് ഇതിൻ്റെ ഒരു ആക്ടറാണ്, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. പക്ഷേ അത് എൻ്റെ ഇത് മലയാളം സിനിമയിൽ ഒരു ബെഞ്ച് മാർക്ക് ആവട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഉണ്ണിമുന്തൻ്റെ കരിയർ ബെസ്റ്റ് സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ തീരുമാനിക്കും. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ അത് തന്നെയാണ്. ഉണ്ണിച്ചേട്ടൻ്റെ ബെസ്റ്റ് ഫിലിം മാർക്കുമായിരിക്കും. അതെ, എൻ്റെ ഡെബ്യൂ പെർഫോമൻസ് ആണ്. ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് ആയതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായി, നല്ല ആങ്സൈറ്റി ഒക്കെ ഉണ്ടായി. പക്ഷേ ഉണ്ണിച്ചേട്ടൻ്റെ ഒരു ഹെൽപ്പ് കൊണ്ടാണ് ഇത്രയും ഈ ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റിയത്. കൊള്ളാം, വയലൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ജഗദീഷ് അത്ര നന്നായിട്ട് തോന്നിയില്ല. വയലൻസ് ഒക്കെ സൂപ്പർ. നല്ല പടം. കാരണം ഉണ്ണിമുന്തനാണെങ്കിലും വേറെ ലെവലാണ്. പിന്നെ ജഗദീഷ് ചേട്ടൻ പ്രത്യേകിച്ച് പറയാം, ഗംഭീരം. നല്ല മൂവിയാണ്. മാർക്കോ ഫാമിലി എല്ലാം ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഫൈറ്റൊക്കെ വേറെ ലെവലാണ്. സെന്റിമെന്റ്സും എല്ലാം വർക്കൗട്ട് ഉണ്ട്. സിദ്ദിഖേട്ടൻ അടിപൊളി, നല്ല പടം. മാർക്കോ ഫാമിലി ബോണ്ടിങ് ഉണ്ട്, അതനുസരിച്ച് തന്നെ നല്ല രസം പടം കണ്ടിരിക്കുക. പിന്നെ വയലൻസ് ഭയങ്കര വയലൻസാണ്. പിന്നെ നല്ല പടമായിരുന്നു. വയലൻസ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കണ്ടില്ല. നല്ല പടമായിരുന്നു. ഉണ്ണിമൂന്തന്റെ കമ്പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സിക്സ് പാക്ക് ഒക്കെ കാണിച്ചു ഫുള്ള് അടിപൊളിയാണ് പടം. കറക്റ്റ് മസിലളി എന്നുള്ള പേര്. മസിലളിയനോ എന്താ കാട്ടിക്കുട്ടിരിക്കണം പുള്ളി. എൻ്റെ പൊന്ന് വലിച്ചു വരി കീറിയിട്ടടിക്കും നാട്ടുകാർ മൊത്തം. കിണ്ണം പടം, അടിപൊളി പടം, എല്ലാവരും കാണണം. നല്ല സൂപ്പർ പടം, കിണ്ണം പടം. സ്വാഗ് എന്ന് പറഞ്ഞാൽ ഉണ്ണിമുതൽ കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹോളിവുഡിലെ അനിമൽ ഉണ്ടെന്ന് പറയത്തില്ല, നമുക്കിവിടെ മാർക്ക് ഉണ്ടെന്ന് പറയാം. അത്ര അടിപൊളിയാണ്. കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഒക്കെ വെറുതെ കിഡിലൻ. അതുപോലെ ടൈറ്റിൽ കാർഡ് നൈസ്. കുറെ പ്ലസ് ക്ലൈമാക്സ് ഒരു സാധനമുണ്ട്, അത് അടിപൊളിയാണ്. വയലൻസ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. വയലൻസ് ഉണ്ട്. വാക്ക് വലിച്ചു. പ്രത്യേകിച്ച് ആ സെക്കൻഡ് ഹാഫിൽ നല്ല വയലൻസ് ഉണ്ട്. വയലൻസ് നല്ലൊരു ആക്ഷൻ ഫിലിം ലേറ്റ് ചെയ്ത് കാണാൻ പറ്റിയ സിനിമയാണ്. സ്റ്റണ്ടായാലും ആക്ഷനായാലും എല്ലാം വയലൻസ് ആണ് ഇഷ്ടംമാരിയുണ്ട്, എല്ലാം കൊണ്ട് ഓക്കെയാണ്. പക്ഷേ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇമ്പ്രസീവായി തോന്നിയില്ല. കാരണം നായകനതിൽ കുറച്ച് ഡൗണായിപ്പോയി. അവർ ആക്ഷനെല്ലാം സൂപ്പറാണെങ്കിലും ആളുടെ ക്യാരക്ടർ ഒട്ടും ഇതായില്ല. നമുക്കൊരു ഹീറോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോയിക് സീൻസ് കുറവാണ്. ആ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിപ്പോയി, അതിൻ്റെ അത്രയ്ക്ക് കുറവുണ്ട്. ബാക്കി എല്ലാം കൊണ്ടും സൂപ്പറാണ്. ഫാമിലിയുടെ സിനിമ സർട്ടിഫിക്കറ്റ് ആണ് അറിയാം. പക്ഷേ വയലൻസ് നിങ്ങളൊരു കില്ല് പ്രതീക്ഷിച്ച് പോയാൽ പോലും അതിന് മേലെയാണ് വയലൻസ്. നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല, ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. അവിടെ ഫാമിലിയായി പോട്ടെ, ഒരു 18+ ആണെങ്കിൽ പോലും കുറച്ച് സോഫ്റ്റ്വെയർ ആയിട്ട് ആൾക്കാർ പോകാണ്ടിരിക്കും. കാരണം ഭയങ്കര വയലൻസ് ആണ്, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അത്ര വയലൻസ് മലയാള സിനിമ അല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വയലൻസ് ഇപ്പോൾ ഇതായിരിക്കും.
കാരണം അമ്മാതിരി സീൻസ് ഇഷ്ടംമാരി ഉണ്ട്. ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സീൻസ് കുറേ ഉണ്ട്. അത് നല്ല മനക്കട്ടുള്ളവർ മാത്രം കാണണം. അങ്ങനത്തെ ഒരു പടമാണ്. നമ്മളുണ്ടല്ലേ ഈ വർഷം നോക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള ഏറ്റവും വൈൽഡ് മൂവീസ് ആയിട്ട് പറയുന്ന ആനിമലും കില്ലും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു മൂവീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ വയലൻസ് സീൻസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ള സീൻസ് ഇതിലാണ്. കാരണം നല്ല ഇൻറ്റൻസ് ആണ്. സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് അടക്കുമ്പോൾ കുറച്ച് സീൻസ് ഉണ്ട്. അതാണ് നമുക്ക് ഒട്ടും ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി കില്ലും ആനിമലെല്ലാം അതിന് മാറി നിൽക്കും. ആ ഒരു അത്രയ്ക്ക് വയലൻസ് ആണ്. അതുകൊണ്ട് വയലൻസ് നോക്കി വരുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും സിനിമ. അതിലുള്ള സീൻസ് ഒക്കെ ഉണ്ട്. മാർക്കോയിൽ അഭിനയിക്കാൻ പറ്റിയത് തന്നെ ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ? ഞാൻ തന്നെ പറയണോടാ. അല്ലല്ല, ഭയങ്കര ഹാപ്പിയാണ് പടം. നിങ്ങൾ കണ്ടോ? പടം കണ്ടോ? പടം കണ്ടോ? ഞാൻ ഭയങ്കര ഹാപ്പി, എക്സൈറ്റഡ് എന്ന് വെച്ചാൽ ഇത്രയും ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയുള്ള പടത്തിൽ അഭിനയിക്കാൻ പറ്റിയത് തന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ കണ്ടിരുന്നു? പടം കണ്ടിരുന്നു? ആ ഒരു വൈബ് കിട്ടി. അപ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് അറിയാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ചേട്ടൻ ചുമ്മാ കരിയർ ഗ്രാഫ് നോക്കുക. ചേട്ടൻ ഇതിനു മുമ്പ് തൊട്ടടുത്ത മുമ്പ് റിലീസ് ചെയ്ത് ഹലോ മമ്മി, അതിൽ ചെറിയൊരു ഫണ്ണ് എലമെന്റ് ആണ്. അതിന് മുമ്പ് ഒരു ആഡ്, അത് അത്യാവശ്യം ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഫണ്ണ്, വയലൻസ്, ഫണ്ണ് അല്ലെങ്കിൽ ഫാമിലി. അല്ല, ഞാൻ ആക്ച്വലി കോമഡി ആഡ്സ് ഒക്കെ ചെയ്യാറ് ആക്ച്വലി. പക്ഷേ ഇപ്പോഴും ഇങ്ങനത്തെ ഒരു പടത്തിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടി ഇപ്പോൾ അടിപൊളിയായി, സന്തോഷമായി.